ഹായ് നമസ്കാരം. CSP പോർട്ടൽ വഴി ജർമ്മനി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നമുക്ക് ഗൂഗിൾ സെർച്ചിലേക്ക് പോകാം. ജർമ്മനി അപ്പോയിന്റ്മെന്റ് എന്ന് കൊടുക്കാം. ജർമ്മനി അപ്പോയിന്റ്മെന്റ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് visa.vfsglobal.com ബുക്ക് ആൻ അപ്പോയിന്റ്മെന്റ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിയുമ്പോൾ CSP പോർട്ടലിൽ നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു PDF-ലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാനായിട്ട് കോൺസുലാർ സർവീസസ് പോർട്ടലിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നമുക്കൊരു പുതിയ ലിങ്കിൽ പോയിട്ട് നോക്കാം. ലിങ്കിൽ പോയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കോൺസുലാർ സർവീസസ് പോർട്ടലിന്റെ ലിങ്കിലേക്കാണ് പോകുന്നത്. digital.diplo.de ഇതാണ് ഈ ഒരു വെബ്സൈറ്റ് വരുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ ഈ വിസ എന്നുള്ളിടത്ത് നമ്മളുടെ കാറ്റഗറി ഏതാണോ അത് ചൂസ് ചെയ്യണം. ഓപ്പർച്യൂണിറ്റി കാർഡ്, ബ്ലൂ കാർഡ്, ഫാമിലി റിയൂണിയൻ, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് കാറ്റഗറി, മാസ്റ്റേഴ്സ്, ബാച്ചിലേഴ്സ് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ്, അതുപോലെ തന്നെ വൊക്കേഷണൽ ട്രെയിനിങ്, ഹൗസ് ബിൽഡിംഗ് പോകുന്ന സ്റ്റുഡൻസ്, ഇത്രയും കാറ്റഗറിയാണ് നിലവിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിൽ നമുക്ക് എടുക്കേണ്ട കാറ്റഗറി ഏതാണോ അത് ചൂസ് ചെയ്യാം. അതാണ് പറയുന്നത്. കാറ്റഗറി ചൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ആർ അപ്ലൈങ് സ്റ്റുഡന്റ് ഓർ വൊക്കേഷണൽ ട്രെയിനിങ് വിസ ഇൻ ബാംഗ്ലൂർ ഓർ കൊച്ചിൻ, കൊച്ചിയിലോ ബാംഗ്ലൂരിലോ സ്റ്റുഡന്റ് വിസയോ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് വിസയോ അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാവുന്നതാണ് CSP അസിസ്റ്റന്റ് സർവീസ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രോഗ്രാം. ഇതില് VFSന്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് നമുക്ക് ഗൈഡൻസ് നൽകുന്നു. എൻ്റെ പ്രോസസ്സിന്റെ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഈ ഒരു അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഇതാ, കൊച്ചിയിലും ബാംഗ്ലൂർക്കും ഉള്ളവർക്ക് ഡെഡിക്കേറ്റഡ് സ്റ്റാഫിന്റെ ഒരു അസിസ്റ്റൻസ് കിട്ടുമെന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് പ്രോസസ്സിംഗ് നടക്കും. എറർ ഫ്രീ ആപ്ലിക്കേഷൻ ആണ്. സബ്മിഷൻ പ്രോസസ്സിംഗ് എറർ ഫ്രീ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെ അവിടെ നിന്ന് VFSൽ നിന്ന് ഒരു സ്റ്റാഫ് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ബുക്ക് നൗ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. ഇതിൽ ബുക്ക് നൗ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. ഇമെയിൽ ID എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്ച എൻ്റർ ചെയ്യുക. ഈ ഒരു കൺസെന്റ് ബോക്സിൽ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു പാസ്വേഡ് ലഭിക്കുന്ന OTP ലഭിക്കുന്നതായിരിക്കും. ആ OTP നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു OTP അടിച്ച് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാവുന്നതാണ്. ആ ഒരു പ്രോസസ്സിന്റെ അകത്തേക്ക് അതിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് ഓൾറെഡി ചെയ്തതാണ്. അതുകൊണ്ടാണ് എനിക്കത് രണ്ടാമത് എടുത്ത് കാണിക്കാനായിട്ട് പറ്റാതെ. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പേര്, ഇമെയിൽ ID, നമ്മൾ പ്രിഫർ ചെയ്യുന്ന ആ ഒരു ടൈം, അതുപോലെ തന്നെ ഏത് ഡേറ്റ് ആണെന്നുള്ളത് കൊടുക്കാം. ഏത് ഡേറ്റ് ആണെന്നുള്ളത് കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു കൺഫർമേഷൻ ലഭിക്കും. നമ്മളുടെ ഒരു റെഫറൻസ് നമ്പർ ലഭിക്കും. ഈ ഒരു റെഫറൻസ് നമ്പർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. പിന്നീടാണെങ്കിലും അവിടെ നിന്ന് VFSൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ റെഫറൻസ് നമ്പർ അവർ ചോദിക്കും. അപ്പോൾ ഈ ഒരു റെഫറൻസ് നമ്പർ നമ്മൾ എടുത്തു വെക്കണം. അതുപോലെ തന്നെ നമ്മൾ VFSൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. നമ്മൾ CSP പോർട്ടൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതിന്റെ പാസ്വേഡോ കാര്യങ്ങളോ ഒന്നും സ്റ്റാഫിന് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ റിവ്യൂ ചെയ്തതിന് ശേഷം നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സർവീസ് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ എൻ്റയർ പ്രോസസ്സ് അറിയാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാന്നുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. അതോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. സെയിം തന്നെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ ഈ വിഡെക്സ് ഫോം കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ വേണ്ടതെന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പേയ്മെന്റ് സർവീസ് ഫീസും കൂടെ നമ്മൾ ചെയ്യണം. നമ്മൾ ഈ ഒരു പേയ്മെന്റ് ചെയ്യുന്നത്, സർവീസ് ഫീസ് ചെയ്യുന്നത്, VFS സർവീസ് ഫീസ് ചെയ്യുന്നത് നോൺ റീഫണ്ടബിൾ ആണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ പേയ്മെന്റ് കൺഫർമേഷനും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വൺസ് നമ്മളുടെ റിവ്യൂ കംപ്ലീഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.
അപ്പൊ ആ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സമയത്ത് നമ്മൾ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക. അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മളുടെ ഈ പോർട്ടലിൽ എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റില്ല. വേറൊരു ഇമെയിൽ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട്. പ്ലീസ് രജിസ്റ്റർ ഓൺ ദ VFS CSP അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് സൈൻ ഇൻ പേജ് വിത്ത് ഡിഫറെന്റ് ഇമെയിൽ ഐ ഡി ആൻഡ് ഫോൺ നമ്പർ. നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള CSP പോർട്ടൽ എൻ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വൺസ് ഒരു ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി നമ്മൾ VFSന്റെ വെബ്സൈറ്റിൽ യൂസ് ചെയ്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഐ ഡി വെച്ചിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. വേറൊരു ഐ ഡിയിൽ നിന്ന് വേണം നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ് കിട്ടി VFSൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, അതുപോലെ തന്നെ പാസ്പോർട്ട്, ഒറിജിനൽ പാസ്പോർട്ട്, ഫോട്ടോഗ്രാഫ്സ്, 3 ഫോട്ടോഗ്രാഫ്സ്, അതുപോലെ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണോ ചെക്ക് ലിസ്റ്റിൽ പറയുന്ന ആ ഒറിജിനൽ ഡോക്യുമെന്റ്സും കൂടെ നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബയോമെട്രിക്സ് ഡേറ്റ അവിടെ സബ്മിറ്റ് ചെയ്യണം. ഫിംഗർ പ്രിന്റ്സ് നമ്മൾ എടുക്കുന്നുണ്ട് അവിടെ. അതിനുശേഷം നമ്മുടെ വിസ ഫീസും കൊടുക്കണം. അതിനുശേഷമാണ് പാസ്പോർട്ട് നമുക്ക് റിട്ടേൺ വരുന്നത്. സോ CSP പോർട്ടൽ വഴി ജർമ്മനി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമാണ്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ.